Hi everyone, welcome back to our channel. So in this video we are going to deal with a short poem entitled as My Shadow. ഇത് ചിൽഡ്രൻസ് ലിറ്ററേച്ചറിലുള്ള ഫസ്റ്റ് പോമാണ്. നമുക്ക് ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൻ്റെ മെറ്റീരിയൽസ് കുറവാണ്. ഓക്കെ, അപ്പോൾ നമുക്കുള്ളത് വെച്ചിട്ട് നമുക്ക് ക്ലാസ്സസ് എടുക്കാം. ഓക്കെ, ഇതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ ഞാൻ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. സോ അത് മറക്കാണ്ട് ചെയ്യുക. ഓക്കെ, സോ റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ എന്ന് പറയുന്ന ബ്രിട്ടീഷ് റൈറ്ററാണ് ഈ ഒരു വർക്ക് എഴുതിയിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ബയോഗ്രഫി നോക്കാം. ബയോഗ്രഫി ചെറുതായിട്ട് പറയുന്നുള്ളൂ, നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ബയോഗ്രഫിയൊക്കെ ഓതേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് നോക്കുക. ബാക്കി പോർഷൻസൊക്കെ നമുക്ക് ജസ്റ്റ് ഉള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ, ഇൻ ഫുൾ റോബർട്ട് ലൂയിസ് ബാൽഫോർ സ്റ്റീവൻസൺ, വലിയ പേരാണ് കേട്ടോ. റോബർട്ട് ലൂയിസ് ബാൽഫോർ സ്റ്റീവൻസൺ എന്നാണ് ഫുൾ നെയിം. ബോൺ November 13th 1850, Edinburgh, Scotland. Died December 3, 1894, Wailima, Samoa. സോ അതൊരു സ്കോട്ടിഷ് എസ്സേയിസ്റ്റാണ്, പോയറ്റാണ്, ഓതറാണ്, ഫിക്ഷൻ റൈറ്ററാണ്, ട്രാവൽ ബുക്സ് എഴുതിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മേജർ നോവൽ എന്ന് പറയുന്നത് ട്രഷർ ഐലൻഡ്, 1881 പബ്ലിഷ് ചെയ്തിട്ടുള്ള ട്രഷർ ഐലൻഡാണ് അദ്ദേഹത്തിൻ്റെ നോവൽ എന്ന് പറയുന്നത്. പിന്നെ 1886 എഴുതിയിട്ടുണ്ടായിരുന്ന കിഡ്നാപ്ഡ് എന്ന് പറയുന്ന നോവൽ ഫേമസ് ആണ്. പിന്നെ 1886 പബ്ലിഷ് ചെയ്തിട്ടുള്ള, സെയിം ഇയറിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള സ്ട്രേഞ്ച് കേസ് ഓഫ് ഡോക്ടർ ജെക്കിൽ ആൻഡ് മിസ്റ്റർ ഹൈഡ്, ഓക്കെ, അതും ഫേമസ് ആണ്. ദെൻ ദ മാസ്റ്റർ ഓഫ് ബലാൻട്രേ എന്ന് പറയുന്നത് ഒരു വർക്കുണ്ട്. അത് 1889 അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് 1881, 1886 രണ്ട് നോവൽസ് ഉണ്ടായിരുന്നു. പിന്നെ 1889. ഓക്കെ, സോ നമുക്കിനി നേരിട്ട് വർക്കിലേക്ക് കിടക്കാം. നിങ്ങൾ എക്സാമിന് ഇത്ര എഴുതിയാൽ മതി കേട്ടോ, മേജർ വർക്ക്സും. പിന്നെ ജനിച്ചത് എവിടെയാണെന്നൊന്നും എഴുതണ്ട. ഇങ്ങനെ ഫിക്ഷൻ റൈറ്ററാണ്, ട്രാവലോഗ്സ് എഴുതുന്ന ആളാണ്, എസ്സേയിസ്റ്റാണ്, പോയറ്റാണ്, അങ്ങനെ എഴുതുക. പിന്നെ സ്കോട്ടിഷ് റൈറ്ററാണ് ആൾ. ഓക്കെ, അതും എഴുതുക. ഓക്കെ, അത്ര മാത്രം എഴുതിയാൽ മതിയാ. ഇനി എന്തെങ്കിലും അവാർഡ്സ് നോക്കണം എന്നുണ്ടെങ്കിൽ അതുകൂടി ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോ. ഓക്കെ, സോ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം: റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ വാസ് എ പ്രൊമിനൻറ്റ് സ്കോട്ടിഷ് പോയറ്റ് ആൻഡ് ഓതർ. ഇത് എഴുതി വെച്ചോളൂ കേട്ടോ. ആൻഡ് ഹീ ഹാസ് റിട്ടൺ മെനി ബുക്സ് ഓൺ ഫിക്ഷൻ ആൻഡ് ട്രാവൽ. ആൻഡ് സം ഓഫ് ഹിസ് നോട്ടബിൾ വർക്ക്സ് ആർ ട്രഷർ ഐലൻഡ്, കിഡ്നാപ്ഡ്, സ്ട്രേഞ്ച് കേസ് ഓഫ് ഡോക്ടർ ജെക്കിൽ ആൻഡ് മിസ്റ്റർ ഹൈഡ്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് കുഞ്ഞൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. പോയിട്രിയിൽ നിന്ന് അനോട്ടേഷനൊക്കെ വരാൻ സാധ്യത ഉണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് കൊടുത്താൽ മതി. സോ ലെറ്റ്സ് മൂവ് ടു ദി സമ്മറി ഓഫ് മൈ ഷാഡോ. സോ ഇത് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയിരിക്കുമല്ലേ, പഠിക്കാൻ നല്ല രസമായിരിക്കും. എന്തെങ്കിലും ഒരു നമുക്കെപ്പോഴും നഴ്സറി സ്കൂളിലൊക്കെ അല്ലെങ്കിൽ UP സ്കൂളിലൊക്കെ പഠിക്കാനുള്ള ഒരു പോയാണ് തോന്നുന്നു ഈ ഒരു മൈ ഷാഡോ എന്ന് പറയുന്നത്. ഓക്കെ, നോർത്ത് ഇന്ത്യൻ സിലബസിലൊക്കെ ഈ ഒരു വർക്ക് ഉണ്ട്. ഓക്കെ, ചിൽഡ്രൻസിൻ്റെ ലിറ്ററേച്ചർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു പോയട്രി ആയതുകൊണ്ട് തന്നെ 6-7 ആ ഒരു ഏജിലുള്ള സ്റ്റുഡൻസിന് KG എന്നതാണ്. പക്ഷേ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷനിൽ, അതായത് MA, UG, PG ക്ലാസ്സുകളിൽ റെയറായിട്ടാണ് എടുക്കാറുള്ളത്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ഇതിൻ്റെ മെറ്റീരിയൽസ് കുറവാണ്. പിന്നെ മെറ്റീരിയൽസ് കുറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത് കൂടുതലും കുഞ്ഞു കുഞ്ഞു ക്ലാസ്സുകളിൽ എടുക്കുന്ന പോയട്രി ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ മെറ്റീരിയൽസ് ഉണ്ടാവുള്ളൂ. ഒരു PG ലെവലിൽ പഠിക്കാനുള്ള അത്രയും മെറ്റീരിയൽസ് ഒന്നും ആരും ചെയ്തിട്ടുണ്ടാവില്ല. സോ നമുക്ക് പഠിക്കുമ്പോൾ അതിൻ്റെ തീംസും അനാലിസിസും ഡീപ്പായിട്ട് നമുക്ക് അനലൈസ് ചെയ്യണം. സോ ഈ ഒരു മെറ്റീരിയൽസിൻ്റെ അൺഅവൈലബിലിറ്റി കാരണം നമുക്ക് എന്ത് ചെയ്യാം, ഉള്ള മെറ്റീരിയൽ വെച്ചിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, so in this poem the poet portray how a child gets excited and thrilled by his own shadow. സോ ഇതൊരു കുട്ടിയുടെ മനസ്സിലുണ്ടാവുന്ന ഒരു എക്സൈറ്റ്മെൻറ്റും അല്ലെങ്കിൽ ഒരു പിന്നെ ത്രില്ലിങ്ങും ഒക്കെയാണ് ഈ ഒരു പോയട്രിയിൽ പറയുന്നത്. അതായത് നമ്മുടെ സ്വന്തം നിഴൽ കാണുമ്പോൾ, നമ്മൾ സ്വന്തം ഷാഡോ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കുഞ്ഞിനുണ്ടാവുന്ന എക്സൈറ്റ്മെൻറ്റും
അതുപോലെ തന്നെ ഒരു വണ്ടറൊക്കെയാണ് ഈ ഒരു പോയട്രിയിൽ പറയുന്നത്. സോ ദ ചൈൽഡ് ഈസ് ക്യൂരിയസ് ആൻഡ് വണ്ടേഴ്സ് ഹൗ ദ ഷാഡോസ് കീപ് ചേഞ്ചിങ് ഫോർ എവറി വൺ. He is impressed by his own shadow, and so he starts noticing everything about his shadow. The shadow moves with him wherever he goes and does everything the child does. This builds more curiosity in child. അതായത് നമുക്കറിയാം നിഴലിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം അല്ലേ. നമ്മൾ ചെയ്യുന്നതൊക്കെ നിഴൽ ചെയ്യും, നമ്മൾ പോകുന്നിടത്ത് കൂടെ ഒക്കെ നിഴൽ വരും. ആൻഡ് ഇറ്റ്സ് എ ഫോളോവർ ഓഫ് അസ്. അങ്ങനെ ഈ ഒരു കുട്ടി നമ്മുടെ പോയിട്രിയിലെ മെയിൻ ക്യാരക്ടറായ ഈ ചൈൽഡ് ആളുടെ തന്നെ സ്വന്തം ഷാഡോ കാണുമ്പം വളരെ അതിനെ പിന്നെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുകയാണ്. നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ആ നിഴൽ എന്തൊക്കെ ചെയ്യുന്നു, അതിൻ്റെ മൂവ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ഷേപ്പ് എങ്ങനെയൊക്കെ ഡിഫറെൻ്റ് ആവുന്നു. ഇപ്പോൾ നമ്മൾ ലൈറ്റ് അടിക്കുമ്പം ചുമരിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം വലുതായിട്ട് കാണും. ലൈറ്റ് അടുത്തേക്ക് വരുംതോറും നിഴൽ കുറഞ്ഞു വരും. ലൈറ്റ് അകന്ന് പോകുന്തോറും നമ്മുടെ നിഴലിൻ്റെ വലിപ്പം കൂടി വരും. അങ്ങനെ എല്ലാ കാര്യവും ആളിങ്ങനെ ഒബ്സർവ് ചെയ്യുമായിരുന്നു. ഓക്കെ, സോ ആ ഒരു കാര്യമാണ് എങ്ങനെയാണ് ആ കുട്ടി ആ നിഴലിനെ ട്രീറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുന്നത്, ആ കാര്യമാണ് ഈ ഒരു പോയട്രിയിൽ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കിതിൻ്റെ സ്റ്റാൻസ വൈസ് ആയിട്ടുള്ള സമ്മറി ഒന്ന് നോക്കാം കേട്ടോ. ഓക്കെ, ഐ ഹാവ് ലിറ്റിൽ ഷാഡോ ദാറ്റ് ഗോസ് ഇൻ ആൻഡ് ഔട്ട് വിത്ത് മീ, ഇൻ ആൻഡ് ഔട്ട് വിത്ത് മീ. ആൻഡ് what can be the use of him is more than I see. He is very, very like me from the heels up to the head, and I see him jump before me when I jump into my bed. നല്ല രസമുള്ള ലൈൻസാണ്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളൊക്കെ കവിതകൾ വായിക്കുമ്പം അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന പോലുള്ള നല്ല രസമുള്ള ഒരു ലൈൻസാണിത്. ഐ ഹാവ് ലിറ്റിൽ ഷാഡോ, അതായത് ആ ചൈൽഡ് പറയുകയാണ് എനിക്കൊരു കുഞ്ഞു ഷാഡോ ഉണ്ട്. അപ്പോൾ കുഞ്ഞു ഷാഡോ എന്ന് പറയുമ്പം ആ കുട്ടിയുടെ വലുപ്പത്തിനനുസരിച്ചുള്ള ഷാഡോ തന്നെയായിരിക്കും അവിടെ ഉണ്ടാവുക. ഓക്കെ, ആൾ കണ്ടിട്ടുണ്ടാവുക. സോ ഹി സേസ് ദാറ്റ് ഐ ഹാവ് എ ലിറ്റിൽ ഷാഡോ ആൻഡ് ഇറ്റ് ഗോസ് ആൻഡ് ഔട്ട് വിത്ത് മീ. അതെന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ കൂടെ വരുന്നുണ്ട്, അതുപോലെ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു അതേപോലെ തന്നെ പോകുന്നുണ്ട്, വരുന്നുണ്ട്. സോ ആൻഡ് വാട്ട് ക്യാൻ ബി ദ യൂസ് ഓഫ് ഹിം ഈസ് മോർ ദാൻ ഐ സി. അപ്പം അതിൻ്റെ യൂസ് എന്താണ്, അതായത് ഈ ഷാഡോയുടെ യൂസ് എന്താ, അതിനെ കൊണ്ട് എന്താ ഗുണം? മോർ ദാൻ ഐ സി, അതായത് ഞാൻ കണ്ടതിലേറെ ഏറ്റവും ഒരുപാട് ഉപകാരമുള്ള അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഷാഡോ എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഹീ ഈസ് വെരി വെരി ലൈക്ക് മീ ഫ്രം ദി ഹീൽസ് അപ്പ് ടു ദി ഹെഡ്. അതായത് ഈ ഷാഡോ എന്ന് പറയുന്നത് എന്താണ്? വെരി വെരി ലൈക്ക് മീ, അത് എന്നെപ്പോലെ തന്നെയാണ്. ഓക്കെ, അത് എന്നെപ്പോലെ തന്നെയാണ്. ആൻഡ് ഫ്രം ദി ഹീൽസ് അപ്പ് ടു ദി ഹെഡ്, അതായത് നമ്മുടെ കാൽപാദം മുതൽ തല വരെ അത് ശരിക്കും എന്നെപ്പോലെ, ഇറ്റ് ഈസ് റിസംബിൾസ് മീ എന്നാണ് പറയുന്നത്. അതായത് ആ കുട്ടി പറയുകയാണ് ആ നിഴൽ എന്നെപ്പോലെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. അതിൻ്റെ കാല് മുതൽ തല വരെയുള്ളത് ഒരു മാറ്റവും ഇല്ലാതെ ഇറ്റ്സ് റിസംബിൾസ് മീ ഓർ ഇറ്റ് ഈസ് വെരി ലൈക്ക് മീ എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഐ സീ ഹിം ജംപ് ബിഫോർ മീ, അത് ഞാൻ ചാടുന്നതിന് മുന്നേ തന്നെ അത് ചാടുന്നുണ്ട്. അതുപോലെ തന്നെ വെൻ ഐ ജംപ് ഇൻ ടു മൈ ബെഡ്, അതായത് ബെഡിലേക്ക് ചാടുമ്പോൾ തന്നെ അതും എൻ്റെ കൂടെ തന്നെ ചാടുന്നുണ്ട്. അല്ലെങ്കിൽ നിഴൽ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ കൂടെ അല്ലെങ്കിൽ എന്നെക്കാളും മുന്നേ അത് ചാടുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ എന്നെക്കാളും മുന്നേ എന്നാകുമ്പം എനിക്ക് തോന്നുന്നു ആ കുട്ടി നിൽക്കുന്ന പൊസിഷൻ വെച്ച് നോക്കുമ്പം ആ നിഴൽ ആളുടെ മുന്നിലായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഫീൽ ആ കുട്ടിയുടെ, ആ തോട്ട് കുട്ടിയുടെ ഇതിൽ വന്നത്. So here in this stanza the poet says that he has a little shadow and that keeps following him wherever he goes. So at the same time the poet also wonders what is the use of shadow, and the shadow's appearance is just like the poet from toe to head. അതായത് പോയിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ചൈൽഡാണ് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് പോയിറ്റ് തന്നെയാണ് ആ ചൈൽഡ് എന്നും പറയാം, അല്ലെങ്കിൽ പോയിറ്റ് വേറൊരു ക്യാരക്ടറിനെ, ഒരു ചൈൽഡ് ക്യാരക്ടറിനെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറയാം. സോ അല്ലെങ്കിൽ പോയിറ്റ് തന്നെയാണ് ആ ചൈൽഡ് എന്ന രീതിയിലും നിങ്ങൾക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. സോ ദ ഷാഡോ അപ്പിയറൻസ് ഈസ് ജസ്റ്റ് ലൈക്ക് ദി പോയിറ്റ്. ഓക്കെ, അതായത് കാൽ മുതൽ പാദം വരെ പോയിറ്റിനെ പോലെ തന്നെ അല്ലെങ്കിൽ ഈ ഒരു നെറേറ്ററിനെ പോലെ തന്നെയാണ് ഈ ഒരു ഷാഡോ ഇരിക്കുന്നത്. സോ ദ പോയിറ്റ് ഓൾസോ ഒബ്സർവ്സ് ദാറ്റ് ഹിസ് ഷാഡോ ഗോസ് ടു ബെഡ് ബിഫോർ ഹിം ആൻഡ് ഹീ ഈസ് ഫാസിനേറ്റഡ് ബൈ ദി ഷാഡോ ആൻഡ് എവറി
ആൻഡ് വെരി ക്യൂരിയസ് ടു നോ മോർ അബൌട്ട് ഹിം. പിന്നെന്താണ്, അതായത് നമ്മുടെ പോയിട്ട് ബെഡിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ, ബെഡിലേക്ക് കിടക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ ആര് വരും കൂടെ, ഷാഡോയും ഒപ്പം പോകും. അല്ലെങ്കിൽ ഷാഡോ ഇയാളെ പോയിട്ടിൻ്റെ മുന്നേ ഷാഡോ പോയി അവിടെ കിടന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ബെഡിലേക്ക് ചാടിയിട്ടുണ്ടായിരിക്കും. സോ പിന്നെന്താണ്, ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ആൾക്ക് വീണ്ടും, നമ്മുടെ പോയിറ്റിന് വീണ്ടും ആ ഷാഡോവിനെ കുറിച്ച് അറിയാനിങ്ങനെ നല്ല ക്യൂരിയസ് ആയിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദി ഫസ്റ്റ് സ്റ്റാൻസ. ഇനി സെക്കൻഡ് സ്റ്റാൻസ എന്ന് പറയുമ്പം, ദ ഫണ്ണിയസ്റ്റ് തിങ് അബൌട്ട് ഹിം ഈസ് ദ വേ ഹീ ലൈക്സ് ടു ഗ്രോ, നോട്ട് അറ്റ് ഓൾ ലൈക്ക് പ്രോപ്പർ ചിൽഡ്രൻ വിച്ച് ഈസ് ഓൾവേസ് വെരി സ്ലോ. For he sometimes shoots up taller like an India rubber ball, and he sometimes gets so little that there's none of him at all. സോ ഈ ഒരു സ്റ്റാൻസിൽ വീണ്ടും ആളുടെ ക്യൂരിയോസിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. എന്താണ്, ഇവിടെ ഇൻ ദിസ് സ്റ്റാൻസ് ദ പോയിന്റ് ക്യൂരിയസ് ടു ഒബ്സർവ് ഹൗ ഷാഡോ കീപ്സ് ചേഞ്ചിങ് ഹിസ് ഷേപ്പ്. അതായത് നമുക്കറിയാം, ഷാഡോ എന്ന് പറയുമ്പോൾ ലൈറ്റിൻ്റെ പ്രസൻസ് അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ അനുസരിച്ച് ഷാഡോൻ്റെ ഷേപ്പിൽ ഡിഫറൻസ് വരും അല്ലേ. സോ ആ ഒരു ഡിഫറൻസിന് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ഷാഡോയുടെ ഷേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് എന്ന ആൾ പിന്നെ അബ്സർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഞാൻ വലുതാവണതിനനുസരിച്ച് അല്ലെങ്കിൽ സാധാരണ കുട്ടികൾ വളരുന്നത് പോലെയല്ല ഷാഡോസ് എന്ത് ചെയ്യുന്നത്, ഗ്രോ ചെയ്യുന്നത്. നോട്ട് ഓൾ ലൈക്ക് പ്രോപ്പർ ചിൽഡ്രൻ വിച്ച് ഈസ് ഓൾവേസ് വെരി സ്ലോ. അതുപോലെ തന്നെ ഈ ഒരു ഷാഡോനെ ആളൊരു കമ്പാനിയനായിട്ടാണ് കാണുന്നത്. ഓക്കെ, വെറും ഒരു നിഴലായിട്ടല്ല, ആളുടെ കൂടെ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു കമ്പാനിയൻ എന്നുള്ള രീതിയിലാണ് ഷാഡോനെ ആൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഷാഡോനെ മറ്റുള്ള ചിൽഡ്രനുമായിട്ട് നമ്മുടെ പോയിറ്റ് കമ്പയർ ചെയ്യാണ്. ഓക്കെ, സോ ഹി കമ്പയേഴ്സ് ഹിസ് ഷാഡോ വിത്ത് അതർ ചിൽഡ്രൻ ആൻഡ് സേസ് ദാറ്റ് ഹി ഡസ് നോട്ട് ബിഹേവ് ലൈക്ക് ഹിം. അതായത് മറ്റുള്ള കുട്ടികളെ പോലെ അല്ല ഈ ഒരു ഷാഡോൻ്റെ ബിഹേവിയർ, അല്ലെങ്കിൽ അവരെ പോലെ അല്ല ഈ ഒരു ഷാഡോ വളരുന്നത്. Other children are generally slow in everything, but the shadow is very faster than them in changing forms. അതായത് മറ്റുള്ള കുട്ടികളെ പോലെയല്ല, എല്ലാ കുട്ടികളും വളരെ പതുക്കെയാണ് വളരുന്നത്. പക്ഷേ ഇയാളുടെ ഈ പുതിയ കമ്പാനിയൻ എങ്ങനെയാണ്, പെട്ടെന്നാണ് വളരുന്നത്, പെട്ടെന്ന് വലിപ്പം കൂടുന്നു, പെട്ടെന്ന് ചെറുതാകുന്നു, അതുപോലെ പെട്ടെന്നാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. He says that for he sometimes shoot up taller like an India rubber ball, then and he sometimes gets so little that there's none of him at all. അതായത് ചില സമയത്ത് നമ്മുടെ ഷാഡോ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ടോളർ ആവുന്നുണ്ട്, അതായത് നന്നായിട്ട് വലിഞ്ഞ് വലുതാവുന്നുണ്ട്. ഓക്കെ, റബ്ബർ ബോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, റബ്ബറിൻ്റെ പ്രത്യേകത എന്താണ്, വലിഞ്ഞ് നീളാൻ ഒരുപാട് കപ്പാസിറ്റി ഉള്ള അല്ലെങ്കിൽ കേപ്പബിലിറ്റി ഉള്ള ഒരു വസ്തുവാണ്, ഒബ്ജക്റ്റാണ് റബ്ബർ എന്ന് പറയുന്നത്. ആൻഡ് പിന്നെ അതേപോലെ തന്നെയാണ് നമ്മുടെ ഷാഡോ, ചില സമയത്ത് അതിങ്ങനെ നീണ്ട് വലിഞ്ഞ് വലുതായി കിടക്കും. ദെൻ ഹീ സംടൈംസ് ഗെറ്റ് സോ ലിറ്റിൽ, അതായത് ചില സമയത്ത് കുഞ്ഞായിരിക്കും, ഒന്നും ഉണ്ടാവില്ല, അതായത് പറ്റി ചെറുതായിട്ടും കാണപ്പെടുന്നു എന്ന് പറയുന്നു. Sin got a notion of how children ought to play and can only make a fool of me in every sort of way. He says so close besides me, he's coward, you can see. I think shame to stick to nursery as their shadows sticks to me. അതായത് ഈ നിഴലിൽ ഈ ഒരു ഷാഡോയ്ക്ക് എങ്ങനെ മറ്റുള്ള കുട്ടികളെ പോലെ കളിക്കണം അല്ലെങ്കിൽ എന്നറിയില്ല. ഓക്കെ, ഹി ഹാസൻ ഗോട്ട് ആൻ ഐഡിയ ഓഫ് ഹൗ ചിൽഡ്രൻ പ്ലേസ്. അതേപോലെ തന്നെ ആൻഡ് ഹീ ക്യാൻ ഓൺലി മേക്ക് മീ എ ഫൂൾ, അതായത് എന്നെ ഫൂളാക്കാൻ മാത്രമേ ഈ ഒരു ഷാഡോവിന് അറിയുള്ളൂ. എല്ലാ തരത്തിലും എന്നെ ഫൂളാക്കുന്നുണ്ട്. കാരണം ഷാഡോയുടെ ഒരു പ്രത്യേകത എന്താണ്, നമ്മൾ ചെയ്യുന്ന അതേപോലെ ഇമിറ്റേറ്റ് ചെയ്ത് ചെയ്യുന്നു. ആൻഡ് ചില സമയത്ത് കാണുന്നില്ല, ചില സമയത്ത് വരുന്നു, ചില സമയത്ത് ചെറുതാകുന്നു, ചില സമയത്ത് വലുതാകുന്നു. സോ ഇങ്ങനെ ഒരു സ്റ്റേബിൾ അല്ലാത്ത ഒരു ആക്ഷൻസാണ് ഈ ഒരു ഷാഡോയിൽ നമ്മുടെ ഈ ഒരു പോയിന്റ് കാണുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും കളിക്കുന്ന പോലെ അല്ല ഷാഡോ കളിക്കുന്നത്, എപ്പോഴും എന്നെ ഫൂളാക്കുകയാണെന്നാണ് ആൾ പറയുന്നത്. ആൻഡ് ഹി സ്റ്റേസ് സോ ക്ലോസ് ബിസൈഡ്സ് മീ, ഹീ ഈസ് എ കവാർഡ്, യു ക്യാൻ സീ. അതായത്
എന്താണ് എന്നെ വിട്ടു പോകുന്നില്ല, എപ്പോഴും ഈ ഷാഡോ എന്താണ് എൻ്റെ പുറകിലോ അല്ലെങ്കിൽ എൻ്റെ മുന്നിലോ ആയിരിക്കും. ആളെന്തായാലും ഒരു കൊവാർഡാണ്. ഓക്കെ, ആളൊരു ഭീരുവാണ്. അതുകൊണ്ടാണ് പേടിച്ചിട്ടാണ്, മറ്റുള്ളവരെ പേടിച്ചിട്ടാണ് നമ്മുടെ പുറകിൽ നിന്ന് മാറാത്തത്. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ചൈൽഡ് അല്ലെങ്കിൽ ഈ ഒരു പോയിറ്റായ ഷാഡോനെ പറയുന്നത്. ആൻഡ് ഐ ഹാഡ് തിങ്ക് ഷെയിം ടു സ്റ്റിക്ക് ടു നേഴ്സി ആസ് ദി ഷാഡോ സ്റ്റിക്സ് ടു മീ. അതായത് എന്താണ്, അയാൾക്ക് ഭയങ്കര കുട്ടിക്ക് ഭയങ്കര ഷെയിംലെസ്, നാണക്കേട് തോന്നുകയാണ് എപ്പോഴും ഈ ഷാഡോനെ ഇങ്ങനെ അടുത്ത് വെച്ചുകൊണ്ടിരിക്കണത്. വിട്ടു പോകുന്നുമില്ല, ഒരു ധൈര്യം ഇല്ലാത്തൊരു ഷാഡോ ആണല്ലോ നമ്മുടെ ഷാഡോ എന്ന് ആലോചിക്കുകയാണ് ആൾ. മാത്രമല്ല ആളെപ്പോഴും എൻ്റെ മേലിങ്ങനെ ഒട്ടി നിൽക്കുകയാണ്, വിട്ടു പോകുന്നില്ല. അപ്പം എനിക്കിങ്ങനെ ഈ ഷാഡോനെ എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് വളരെ നാണക്കേടായിട്ട് തോന്നുന്നു എന്നാണ് ചൈൽഡ് പറയുന്നത്. സോ നെക്സ്റ്റ് സ്റ്റാൻസ, ലാസ്റ്റ് സ്റ്റാൻസയാണ്. Okay, one morning, very clearly before the sun I was up, I rose and found the shining dew on every buttercup. But my lazy little shadow, like an errant sleepyhead, had stayed at home behind me and was forced asleep in bed. So, ഈ ഒരു സ്റ്റാൻസിൽ പറയുന്നത്, the poet says, one day he woke up early morning before the sunrise. അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ തന്നെ ആൾ എന്ത് ചെയ്തു, എണീറ്റു. അതായത് സണ്ണ് എണീക്കുന്നതിന് മുന്നേ, സൺ ഐ വാസ് അപ്പ് എന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് ലൈൻ നോക്കുക, ബിഫോർ സൺ ഐ വാസ് അപ്പ്. അതായത് സൺ എണീക്കുന്നതിന് മുന്നേ തന്നെ ആരെണീറ്റു, നമ്മുടെ ഈ ചൈൽഡ് എഴുന്നേറ്റു. ഐ റോസ് ആൻഡ് ഫൗണ്ട് ദ ഷൈനിങ് ഡ്യൂ ഓൺ എവറി ബട്ടർ കപ്പ്. So he went out to the sea. He went out to see the flowers and he found morning dew on each petal and he did not find his shadow behind. അതായത് രാവിലെ നേരത്തെ എണീറ്റിട്ട് ആൾ എന്ത് ചെയ്തു, തൻ്റെ ഗാർഡനിൽ പോയിട്ട് ഫ്ലവേഴ്സിനെയൊക്കെ നോക്കി. അതിൽ ഡ്യൂ ഉണ്ട്, മഞ്ഞ് കണങ്ങളൊക്കെ വീണ് കിടക്കുന്നുണ്ട്. സോ നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേച്ചറായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും ഈ കുട്ടികളെന്ന് പറയുമ്പോൾ. അവർക്ക് ഈ പ്രകൃതിയിൽ നിന്ന് കേൾക്കുന്ന ശബ്ദങ്ങൾ, അവിടെ കാണുന്ന കാഴ്ചകൾ, അതൊക്കെ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. സോ അവരെപ്പോഴും അതിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ അതുപോലെ തന്നെയാണ് ഇവിടെയുള്ള കുട്ടി അല്ലെങ്കിൽ നമ്മുടെ പോയിട്ട് രാവിലെ എണീറ്റ് പിന്നെ മഞ്ഞിൻ കണങ്ങളൊക്കെ ഉള്ള ആ പൂക്കളെയൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുമായിരുന്നു. ബട്ട് ആളെന്ത് കണ്ടില്ല, ബട്ട് ഹി ഡിഡ് നോട്ട് ഫൈൻഡ് ഹിസ് ഷാഡോ ബിഹൈൻഡ്. അപ്പം ആളുടെ പുറകിൽ എന്തില്ല, ഷാഡോ ഇല്ലായിരുന്നു. അപ്പം നമ്മുടെ കുട്ടിയുടെ വിചാരം എന്താണ്, മൈ ലേസി ലിറ്റിൽ ഷാഡോ ലൈക്ക് എൻ അറൻ സ്ലീപ്പി ഹെഡ്. അതായത് ഇപ്പോഴും ഷാഡോ ബെഡിൽ കിടന്ന് ഉറങ്ങുകയാണെന്നാണ് ആളുടെ വിചാരം. സോ ദർ യു ക്യാൻ സീ ദ ഇന്നസെൻസ് ഓഫ് ദാറ്റ് ചൈൽഡ്. ഓക്കെ, ആ കുട്ടിയുടെ ഇന്നസെൻസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. കാരണം ആളുടെ വിചാരം ഷാഡോ എന്താണെന്ന് ആൾക്ക് അറിയില്ല. ആളുടെ വിചാരം കൂടെ വന്നിട്ടുള്ള ഏതോ ഒരു കമ്പാനിയൻ ആണെന്നാണ്. സോ അതുപോലെ തന്നെ സൺലൈറ്റ് തട്ടുമ്പോഴാണ് ഷാഡോസ് നമ്മുടെ ബിഹൈൻഡിൽ വരുന്നത് എന്ന് ചിന്തിക്കാനുള്ള ഒരു മെച്യൂരിറ്റി ഒന്നും ആ കുട്ടിയുടെ ഇല്ല. ഓക്കെ, സോ ആൾ വിചാരിക്കുന്ന എന്താണ്, ഷാഡോ ഭയങ്കര ലേസിയാണ്. സോ ഹീസ് സ്റ്റിൽ സ്ലീപ്പിംഗ് ഓൺ ദസ്റ്റ് ബെഡ് എന്നാണ് ആൾ വിചാരിക്കുന്നത്. ദെൻ ഹീ സ്റ്റേഡ് അറ്റ് ഹോം ബിഹൈൻഡ് മീ ആൻഡ് വാസ് ഫാസ്റ്റ് സ്ലീപ്പ് ഇൻ ബെഡ്. ഇപ്പോഴും ആളെന്താണ്, ബെഡിൽ തന്നെയാണ് കിടന്നുറങ്ങുന്നത്. അപ്പം പിന്നീട് ഷാഡോ സൺലൈറ്റ് വന്നിട്ടും ആളെന്ത് കണ്ടില്ല, ഷാഡോനെ കണ്ടില്ല. പിന്നെ ഇങ്ങനെ കുറച്ച് നേരം നിന്നിട്ടും ആൾ പിന്നെ കൺഫ്യൂസ് ആവാണ്. ദ പോയറ്റ് വാസ് കൺഫ്യൂസ്ഡ് ആൻഡ് വണ്ടേർഡ് വൈ ഹിസ് ഷാഡോ ഡിഡ് നോട്ട് വേക്ക് അപ്പ് വെൻ ഹി വെൻറ്റ് ടു ബെഡ് ആൻഡ് നൈറ്റ് ബിഫോർ ദി പോയറ്റ്. ദ പോയറ്റ് തിങ്സ് ദാറ്റ് ദ ഷാഡോ പ്ലേസ് ട്രിക്സ് വിത്ത് ഹിം ഓൾ ദി ടൈം. അപ്പം പോയറ്റ് വിചാരിക്കുകയാണ് എപ്പോഴും തന്നെ പറ്റിക്കുകയാണ്, എപ്പോഴും തന്നെ ഫൂളാക്കുകയാണ് എന്ന് വിചാരിച്ചിട്ട് പോയറ്റ് അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ക്രിട്ടിക്കലായിട്ടുള്ള അനാലിസിസ്, സോ ഇത്രയാണ് ഈ ഒരു പോയട്രിയിൽ വരുന്നത്. സോ ഇതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, ദ പോയം ടെൽസ് ദ റീഡേഴ്സ് ദാറ്റ് ചിൽഡ്രൻ ആർ സോ നേറ്റീവ് ആൻഡ് ഇന്നസെൻസ്, ദെയർ ഇമാജിനേഷൻസ് ആൻഡ് ഒബ്സർവേഷൻസ് ആർ വൈഡ് ആൻഡ് ഫുൾ ഓഫ് ക്യൂരിയോസിറ്റി. സോ ചിൽഡ്രൻസ് എപ്പോഴും എന്തായിരിക്കും, ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. ചിൽഡ്രൻ എപ്പോഴും ക്യൂരിയസ് ആയിരിക്കും. അവർക്ക് എന്ത്, എങ്ങനെ, ഏതെന്ന് എപ്പോഴും അവർ ചോദിച്ചുകൊണ്ടിരിക്കും. ആൻഡ് എല്ലാത്തിലും ഭയങ്കര സംശയമായിരിക്കും അവർക്ക്. സോ ആ ഒരു ഇന്നസെൻസ് എന്ന് പറയുന്ന ഒരു പിന്നെ തീമിനെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവരാം, ദ ഇന്നസെൻസ് ഓഫ് ചിൽഡ്രൻ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഷാഡോനെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഈ ഒരു പോയിട്രിയിൽ വരുന്നത്, ഇന്നസെൻസ്, വണ്ടർ, ക്യൂരിയോസിറ്റി,
പീസ്ഫുൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ തീമായിട്ട് കൊണ്ടുവരാം. ഇനി ഇതിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും കിട്ടിയിട്ടുമില്ല. സോ ഇനിയൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാം നടന്നാൽ ഇത് ഏത് രീതിയിലാണ് ക്ലാസ് എടുക്കേണ്ടത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, anyway, this is the outline of or the detailed summary of the poem Shadow. anyway നിങ്ങളിത് പഠിച്ച് വെക്കുക. എക്സാം ആകുമ്പം ക്വസ്റ്റ്യൻ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഈ ഒരു തീമിന് അല്ലെങ്കിൽ ഈ ഒരു പോയിട്രിയിൽ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഡൈവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻ്റർപ്രിട്ടേഷനിൽ എഴുതാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൽ നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽസ് അനുസരിച്ച് ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാണുന്ന എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീഡിയോ ലൈക്ക് ചെയ്യുക. ദെൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.